Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. നശിപ്പിച്ചു. ആ കാട്ടുകളനെ ഹണിയും ബണിയും എനിക്ക് മുമ്പായിട്ട് തന്നെ കിറ്റിയെ ക്രിസ്മസ് പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തു. ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ചൈനീസ് നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിരുന്നതാ. ഇനിയിപ്പോ അവള് വരുമ്പോഴേക്കും അത് പായസം പോലെ ആവുമല്ലോ. എടാ നിന്നെയൊക്കെ. അയ്യോ സോറി 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 പറയടാ, അല്ലെങ്കിൽ അടിച്ച് ഞാൻ കരട കുറ്റി പൊട്ടിക്കും. ഞാൻ കഴിക്കാറുണ്ട് വേസ്റ്റ്. എന്റെ പേരാണ് വേസ്റ്റ് സുരേഷ്. ഞങ്ങൾ ക്രിസ്മസ് ഹോളിഡേ ആഘോഷിക്കാൻ പോകുന്ന വഴിയാ. അഡ്രസ് എഴുതിയ പേപ്പർ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ പേപ്പറില ഞാൻ സമോസ കഴിച്ചത്. ചേട്ടാ ഞങ്ങൾ വില്ലായി പോയി അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. ദുർഗന്ധത്തിന്റെ സ്പ്രേ അടിക്കും, വേസ്റ്റ് കൊണ്ട് തോരണങ്ങൾ തൂക്കും, കലയ്ക്കും മറിക്കും ഞങ്ങൾ. അഡ്രസ് അറിയാമെങ്കിൽ താങ്കൾക്ക് നന്ദി, അറിയില്ല എങ്കിലും നിങ്ങൾക്ക് തന്നെ നന്ദി. പോവാടാ. ഹണിയും ബണിയോട് പ്രതികാരം ചെയ്യാൻ ഇതിനേക്കാൾ ഒരു നല്ല സന്ദർഭം കിട്ടുകയില്ല. അതെ, നിങ്ങളുടെ ഹോളിഡേ വില്ലയുടെ അഡ്രസ് എനിക്ക് നന്നായിട്ട് അറിയാം. വളരെ നന്ദിയുണ്ട്. താങ്ക് യു പറ. എന്നിട്ട് നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. നമ്മൾ ഹോളിഡേ വില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് ജിങ്കാലാല. മഞ്ഞിങ്ങനെ പെയ്തു കഴിഞ്ഞാൽ എന്റെ വലയെല്ലാം വെളുത്ത മുടി പോലെയാകും. മെറി ക്രിസ്മസ്. പോപ്പട്ടെ, ഇത് മേരിയുടെ മാത്രം ക്രിസ്മസ് അല്ല. നീ ഇത്ര സെൽഫിഷായ കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഒന്ന് പതുക്കെ പറ. സാന്റ ഗിഫ്റ്റുമായിട്ട് വീട്ടിലേക്ക് വരുമായിരിക്കും. നിന്റെ ഈ ഡയലോഗ് കേട്ട അങ്ങനെ യൂട്ടൺ അടിച്ചങ്ങ് പൊക്കളയും. കൂട്ടുകാരെ, നമ്മളിന്ന് കിറ്റിയെയും കന്നാസാറിനെയും ക്രിസ്മസ് ഡിന്നറിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. പ്രശ്നമൊന്നും ഉണ്ടാവാതെ നോക്കണം. എന്റെ ഇന്റലിജന്റ് ആയിട്ടുള്ള സെൻസ് പറയുന്നത് ഇന്ന് എല്ലാം നന്നായി നടക്കോളുന്ന. നമ്മൾ ഇതുപോലെയെല്ലാം വെറൈറ്റി ആയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. എന്റെ ചേട്ടാ, നമ്മളെ വെൽക്കം ചെയ്യാൻ പിന്നില് വെയിറ്റർ വെയിറ്റിംഗ്. ചെല്ലേ, ചെന്ന് എന്റെ റൂം വൃത്തികേടാക്കി റെഡിയാക്കി വെക്കേ. എന്തോന്ന് വെയിറ്ററോ? ഞങ്ങളെ കണ്ടിട്ട് വെയിറ്റർ ആയിട്ട് തോന്നുന്നോ? അയ്യോ, ഇവരോട് ക്ഷമിച്ചേക്ക്. സത്യത്തിൽ ഒരു വാച്ച്മാനും വെയിറ്ററും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. ആരാണ് നിങ്ങളൊക്കെ? റോഡിന്റെ നീളം കൂടിയതുപോലെയാണല്ലോ നിങ്ങളുടെ നാക്കിന്റെ നീളവും കൂടിയിരിക്കുന്നത്. ചേട്ടാ, എന്റെ പേരാ വേസ്റ്റ് രമേഷ്, അതും ഡബ്ല്യു ഇല്ലാതെ. അല്ലെങ്കിൽ രമേഷിന് ഡബ്ല്യു ഇല്ലല്ലോ. അയ്യോ, അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്, ഡബ്ല്യു ഇല്ലെന്ന്. ഞങ്ങൾ കാണ നഗറിൽ നിന്ന് ഹോളിഡേ ആഘോഷിക്കാൻ ഈ വില്ലിൽ വന്നതാണ്. വെയിറ്റേഴ്സ് ആയ നിങ്ങൾ ഞങ്ങളെ നന്നായി നോക്കിക്കോണേ. പിന്നൊരു കാര്യം, ഞാൻ പിസ്സ രസഗുള കഴിക്കാറില്ല. അതിന് രസഗുള കൊണ്ടാരും പിസ്സ ഉണ്ടാക്കാറില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ കഴിക്കാറില്ലെന്ന്. ഈ വില്ലേജ് ഭയങ്കര വൃത്തിയാണല്ലോ. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലോ മുഴുവൻ വൃത്തികേടാക്കിയിട്ടിരിക്കുകയാണല്ലോ. ഇതൊക്കെ ഒന്ന് വൃത്തികേടാക്കാൻ എത്ര സമയം വേണ്ടി വരുമോ? എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. ഇത് ഞങ്ങൾ വേസ്റ്റ് വില്ലാക്കാം. ഇത് വേസ്റ്റ് വില്ലയാക്കാൻ നോക്കിയാ നിന്നെയൊക്കെ ഫാസ്റ്റ് ആയിട്ട് ചവിട്ടി പുറത്താക്കും. കാരണം ഇത് ഞങ്ങളുടെ വീടാ. ഗുഡ് ഗുഡ്. ഒരു വെയിറ്റർ ആയിട്ട് പോലും വലിയ സ്വപ്നങ്ങളാണ് കാണുന്നത്. കൊള്ളാം, വേഗം ചെല്ല്. മിൽക്ക് കളഞ്ഞിട്ട് കൊണ്ടുവാ. മിൽക്ക് എന്തിനാ കളഞ്ഞിട്ടുണ്ടായിരുന്നു? മിൽക്ക് ഷേക്ക് ആക്കി കൊണ്ടുവന്നാ പോരെ? ആദ്യം കുറച്ച് കളയണം, എന്നിട്ട് കൊണ്ടുവന്നാ മതി. നല്ല സാധനങ്ങൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞങ്ങളെ വീട്ടിൽ കയറി വന്നിട്ട് ഞങ്ങളെ വെയിറ്റർ ഒന്ന് വിളിക്കുന്നോടാ. ഈ വൃത്തികെട്ട പാറ്റകളെ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വരും.
ഇവന്മാര് പറഞ്ഞ കേക്കില്ല, തല്ലി പുറത്താക്കേണ്ടി വരും. അച്ഛേ. Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. ആഹാ, ഈ വെയിറ്റർ എത്ര കഠിനാധ്വാനിയാണ്. ഓടി നടന്നല്ലേ ജോലികളെല്ലാം ചെയ്യുന്നത്. പക്ഷെ എന്തിനാണ് ഇത്ര ദേഷ്യം? മാത്രമല്ല എന്തിനാ ഇങ്ങോട്ട് ഓടി വരുന്നത്? എടാ ഓടിക്കോ. ഈ പാറ്റകൾ ഏതായാലും പിടിക്കുമല്ലോ. അതിന്റെ സന്തോഷത്തില് കുറച്ച് കേക്ക് കഴിച്ചേക്കാം. ഇത് ഞങ്ങളുടെ വീടാണ്. ഞങ്ങൾ വെയിറ്റർ ഒന്നും അല്ല. ഹണി, കോക്രോച്ച് സ്പ്രേ അടിക്ക്. എന്റെ ചേട്ടാ, ഈ വില്ല അടിപൊളിയാണെന്നേ. ഞങ്ങളുടെ വല്ലുതേപ്പും കുളി ഈ ഒരൊറ്റ സ്പ്രേയിലൂടെ കഴിഞ്ഞു. സ്പ്രേ അടിച്ചിട്ട് ഇവന്മാർക്കൊന്നും പറ്റാത്തത് എന്താ? അതെനിക്കറിയില്ല. 10 വർഷം മുമ്പ് യൂസ് ചെയ്തപ്പോ ഇത് നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നതാണല്ലോ. ഹണി, ഇത്ര പഴയതാണ് നീ അങ്ങ് കളയാത്ത എന്താ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോപ്പട്ട് പഴയതല്ലേ എന്ന് വിചാരിച്ച് നമ്മളവനെ കളഞ്ഞില്ലല്ലോ. ഇപ്പോഴവനെ കൊണ്ട് കുറച്ചെങ്കിലും പ്രയോജനമില്ലേ? ഏയ്, ദാ ഇങ്ങോട്ട് നോക്ക്. ഇത് ഞങ്ങളുടേതാണ്. മാത്രമല്ല നിങ്ങൾ ഇവിടുത്തെ വെയിറ്റേഴ്സും ആണ്. എന്റെ മൊത്തം നീക്ക് സോസ് ഒഴിച്ചല്ലേ. ഇനി നിങ്ങൾ രണ്ടുപേരും ഞാൻ ബർഗർ ആക്കാണ്ട് വിടൂല. സോസ് ഒഴിച്ചപ്പോ യുവമാർക്ക് ഇവിടെ കൂടുതൽ വൃത്തികേടായി കിട്ടി. സംശയമുണ്ടോ? ഭാഗ്യത്തിന് ഈ ഗ്ലാസ് പൊട്ടിയില്ല. അത് കുഴപ്പമില്ല, പൊട്ടിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ഇങ്ങനെയൊന്നും പഠിക്കില്ല. എന്നാ ശരി, നിങ്ങളെ ഞങ്ങൾ ചിരിപ്പിച്ച് കരയിപ്പിക്കാം. ചിരിപ്പിക്കരുത്, ചിരിപ്പിക്കരുത്. ചിരിച്ചാൽ ഞാൻ താഴെ പോകും. നിങ്ങൾ എന്താണ് ഇങ്ങനെ ചിരിക്കുന്നത്?
തമാശയാണെങ്കിൽ എന്നോട് കൂടി പറ. ഫൈഡി, നിനക്ക് ഞങ്ങളെ രക്ഷിക്കാനാകും. ഈ പാറ്റകളെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കണം. എന്നിട്ട് പറയണം ഞങ്ങൾ ഒരിക്കലും വെയിറ്റേഴ്സ് അല്ല, ഓർഡേഴ്സ് ആണെന്ന്. ഓയേ ഓയേ ഓയേ, ഈ സ്പൈഡിയെ നിങ്ങളൊരു കാര്യം ഏൽപ്പിച്ചില്ലേ? ഇനി ഇവന്മാരുടെ കാര്യം ജിങ്കാലാല. ഇവന്മാരെ ഒരു പാഠം പഠിപ്പിച്ചാലോ ഞാൻ പറയുന്നത്. അവസാനം ഇവന്മാരെ എന്നെ ഒരു പാഠം പഠിപ്പിക്കുന്നു. ഈ വില്ല ഇന്നു മുതൽ ഞങ്ങളുടെ വില്ല. ഇനി നിങ്ങൾക്കാർക്കും ഒരു രക്ഷയില്ല. ഹല്ല ഗുല്ല വില്ല. കൂട്ടുകാരെ, ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. അഡ്രസ് കൃത്യമായിട്ട് അറിയാത്തോണ്ടാ ഈ പാറ്റകൾ നമ്മുടെ വീട്ടിലേക്ക് അബദ്ധത്തിൽ വന്നത്. പക്ഷെ ഇവര് കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് തന്നെ എന്തിനാ വന്നത്? ഹലോ ബണ്ണി, സണ്ണി എന്നോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ 2 ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി ഞാനും ഖന്ന സാറും സണ്ണിയുടെ വീട്ടിലേക്ക് പോവാണ്. സണ്ണി നമ്മുടെ പാർട്ടി കൊളവാക്കാൻ വേണ്ടിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത്. നാട്ടുകാർ മുഴുവൻ തണുത്ത് വിറച്ചിരിക്കുമ്പോ അവന് നമ്മളോട് അസൂയ മുന്ന് ചൂടായിരിക്കും. ഐഡിയ. ഹലോ പാറ്റ ബ്രദേഴ്സ്, നിങ്ങളുടെ പാസതേ താഴെ വീണു. ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ദാ പിടിച്ചോ. ഇപ്പൊ എല്ലാം വ്യക്തമാണ്. അല്ല ഗുല്ല വില്ല. അതിന്റെ അർത്ഥം നമ്മൾ വന്നിരിക്കുന്ന ഈ വില്ല ഇത് ഇവരുടെ വില്ലയാണ്. മാത്രമല്ല നമുക്ക് പോവേണ്ട വില്ല അത് തൊട്ടടുത്തുള്ളതാണ്. വാളോ രമേശ്, നമുക്ക് നമ്മുടെ വില്ലയിലേക്ക് പോകാം. ഈ പ്രാവശ്യം അഡ്രസ് വ്യക്തമായിട്ട് വായിച്ചു നോക്കിട്ട് വേണം പോവാൻ. കൃത്യമായിട്ട് ആ അഡ്രസ്സിൽ തന്നെ പോണേ. ആ ടേക്ക് ബംഗ്ലാ 22/24 നീല കളറിലുള്ള വീട്. ആഹാ, കിറ്റി കണ്ണ സാർ ഇപ്പോഴിങ്ങെത്തും. നിങ്ങളോ? ഹലോ ഹണി ബണ്ണി, ഇത് വല്ലാത്ത കോയിൻസിഡൻസ് ആയിരിക്കുന്നു. ആദ്യം നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു, ഇപ്പൊ സണ്ണിയുടെ വീട്ടിലും ഗസ്റ്റ് വന്നിരിക്കുന്നു. ഗസ്റ്റുകൾ കാലാവസ്ഥയെ പോലെയാണ്, അവർ വന്നുപോയിക്കൊണ്ടിരിക്കും. വരൂ, നമുക്ക് ക്രിസ്മസ് ഡിന്നർ ആരംഭിക്കാം. കിറ്റി, നീ വരുന്ന സന്തോഷത്തില് ഞങ്ങളൊരിക്കൽ സർപ്രൈസ് ആണിത്. അത് പടക്കം പൊട്ടുന്ന സൗണ്ടാ. മേരി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.